തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ അറിയിച്ച വണ്ടൻമേട് CHSക്ക് മുമ്പിൽ പ്രതിഷേധ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. 3 മാസത്തെ വേതന കുടിശ്ശിക ഉടനടി നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ 62 വയസ്സിൽ ആശാവർക്കർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ സമരം നടത്തുന്നത്. കോടികളുടെ ബജറ്റ് അവതരിപ്പിച്ച സർക്കാർ ആരോഗ്യമേഖലയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആശാവർക്കർമാരെ അവഗണിച്ചെന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. വണ്ടൻമേട് CHSക്ക് മുമ്പിൽ നടന്ന സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു ജനത തന്നെയാണ് ആശാവർക്കർ. ശരിക്കും നിങ്ങളെപ്പോലെ ആശാവർക്കർമാർക്കാണ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റുകൾ മുൻതൂക്കി കൊടുത്തുകൊണ്ടുള്ള നിങ്ങളുടെ ഓണറേറിയങ്ങൾ കൂട്ടുന്നത്. ഒരുപാട് കഷ്ടതകൾ ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിലാണ്, ഓരോ CHSകളിലാണ് ഡെയിലി വീട്ടെഴുത്ത്, അതുപോലുള്ള പണികൾ, നിങ്ങൾക്ക് സർവ്വകൾ, ഓരോ ദൈനംദിനം നിങ്ങൾ പാലിച്ച ജോലികൾ കൂടുന്നതല്ലാതെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് നിങ്ങൾ മാറ്റി നിർത്തുന്നത് എന്നറിയത്തില്ല. ഏത് ഗവൺമെൻറ് ഭരിച്ചത് ഇപ്പോൾ വളരെ കുറ്റത്തോടെ നമുക്ക് പറയാം. KC തോമസിനെ പോലുള്ള കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ പഴയ നേതാക്കന്മാർക്ക് ഡൽഹി കൊണ്ടുവന്ന് ചുമ്മാ പറഞ്ഞ ഓഫീസ് ഇട്ട് കൊടുത്ത് ഏതാണ്ട് 13 ലക്ഷം രൂപ ഒരു വർഷം ശമ്പളം കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ ബഡ്ജറ്റ് പോലും അവതരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. PSCയിലെ ജീവനക്കാർക്ക് കോടാനുകോടികൾ അഴിമതി നടത്തുന്ന PSC നിയമനം നടത്തുന്ന ആ ഉദ്യോഗസ്ഥന്മാർ വാരിക്കോയിലുള്ള ശമ്പളം കൊടുക്കുന്നതിനിടയിൽ വീണ്ടും അവർ ആശാ ലീഡർ ആനിയമ്മ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ, ബീന സിബി, ജോബിൻ പാനോസ്, ബിന്ദു കുര്യൻ, രേണുക രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.